വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മനോഹരമായ ഒരു വില്ല പ്രൊജക്റ്റിലെ ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. കളമശ്ശേരിക്കടുത്ത് ഇൻഫോ പാർക്കിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലെ ഒരു 3 BHK 38ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിൽ കിഡ്സ് പ്ലേ ഏരിയ, ഓഫീസ് സ്പേസ്, സെക്യൂരിറ്റി ക്യാബിൻ എന്നീ അമ്യൂണിറ്റീസോട് കൂടിയാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. 3 സെന്റ് 100 ലിങ്സ് സ്ഥലത്ത് 1716 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകളായിട്ടുള്ള ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. കോമ്പിനേഷൻ എലിവേഷനിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിന്റെ എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ പെയിന്റ് വർക്കുകളും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും സ്ക്വയർ ട്യൂബ് വർക്കുമൊക്കെ വന്നിട്ടുണ്ട്. 5 മീറ്ററോളം ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്റ്റ് വരുന്നത്. ഒരേ സമയം 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ കോമ്പൗണ്ട് വാൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി കുറച്ച് ടെക്സ്ചർ പെയിന്റ് വർക്ക് കൂടി വരാനുണ്ട്. 5 മീറ്ററോളമാണ് ഇവിടെ ഗേറ്റിന്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിന്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 16 അടിയോളം നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പില്ലർ ടെക്സ്ചർ വർക്കൊക്കെ ചെയ്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പവർ പോയിന്റ് നൽകിയിരിക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്കാണ്, അതായത് വടക്ക് ഭാഗത്തേക്ക്. 9 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയായിട്ടാണ് 2ാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഇവിടെയും കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വിരിച്ചിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഉള്ളത്. 1.5 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. മെറ്റൽ ചിപ്സ് ആണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലാണുള്ളത്. 2 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെ മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലാണുള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8 അടി നീളവും 4 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഇവിടെ നൽകിയിരിക്കുന്ന പില്ലർ ടെക്സ്ചർ വർക്കൊക്കെ കൊടുത്ത് മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കൂടാതെ സിറ്റ് ഔട്ടിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വടക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ മഹാഗണിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒറ്റപ്പാളിൽ വളരെ മനോഹരമായി ഡിസൈൻ കൊടുത്താണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്ക് വരാം. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ലിവിംഗ് സ്പേസ് വരുന്നത്. 13 അടിയിലേറെ നീളവും 9.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിൻ്റെ ബാക്ക് സൈഡ് പാനലിംഗ് വർക്കും ടെക്സ്ചർ പെയിൻറ്റും ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ താഴെയായി അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും 2 സൈഡിലായിട്ട് ഒരുപാട് ഡെക്കർ സ്പേസും നമുക്ക് വരുന്നുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ വിശാലമായ ഡൈനിങ് സ്പേസിലേക്ക് വരാം. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് ഭംഗിയായി ചെയ്ത ഒരു പാർട്ടീഷൻ കാണാം. പാർട്ടീഷനുള്ളിൽ അത്യാവശ്യം ഡെക്കർ സ്പേസും സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. 15.5 അടിയോളം നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗം കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നു. ബാക്ക് സൈഡിലായി അത്യാവശ്യം വലുപ്പമുള്ള ഒരു വിൻഡോയും കാണാം. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിൻ്റെ താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്കിൽ നല്ലൊരു മിററൊക്കെ കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് ടെക്സ്ചർ പെയിൻ്റ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഈസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഇവിടെയായിട്ട്
നല്ലൊരു ക്രോക്കറി യൂണിറ്റ് വരുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ താഴെയും അത്യാവശ്യം ഭംഗിയായ ഒരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ചെറിയ ഓഫീസ് ടേബിളോ സ്റ്റഡി ടേബിളോ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ബെഡ്റൂം വരുന്നത്. ഈ വീടിന് വി-ഗാർഡിൻ്റെ വയേഴ്സും ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി ടൈലാണ് വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചണിലേക്ക് വരാം. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു പാനലിംഗ് വർക്ക് വന്ന് മനോഹരമായ ഹാങ്ങിങ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ നൽകിയിട്ടുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. 9.5 അടിയിലേറെ നീളവും 8.5 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്ത് തന്നെയാണ് ഈ ഒരു കിച്ചൺ വന്നിരിക്കുന്നത്. സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയ ഈ ഒരു കിച്ചണിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിലുള്ള പോയിന്റ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. 12.5 അടി നീളവും 3 അടി വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. 2 സൈഡ് ഗ്രില്ലൊക്കെ കൊടുത്ത് ക്ലോസ് ചെയ്ത് അത്യാവശ്യം കൗണ്ടർ സ്പേസും സ്റ്റോറേജ് യൂണിറ്റും നൽകിയാണ് ഈ ഒരു വർക്ക് ഏരിയ വന്നിരിക്കുന്നത്. കൂടാതെ വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഈ ഒരു വർക്ക് ഏരിയയിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11.5 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകൾ തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ബെഡ്റൂമിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഹിൻവെയർ ഇറ്റാലിയൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ വുഡൻ ടെക്സ്ചറുള്ള മാറ്റ് ഫിനിഷ് ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ SS ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് വിശാലമായ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. 13.5 അടി നീളവും 11.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിങ്ങിന് ഉള്ളത്. ഈസ്റ്റിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയ ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. TV യൂണിറ്റിന് താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും ഒരു സൈഡിലായി അത്യാവശ്യം ഡെക്ക് സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നാണ് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. കൂടാതെ ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ട് അത്യാവശ്യം മനോഹരമായി ചെയ്ത ഒരു ഓഫീസ് ടേബിൾ കാണാം. ഇതിനും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകി തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു വോളിലും അത്യാവശ്യം ഡെക്ക് സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് വരുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ബെഡ്റൂമിൻ്റെ ഡോർ സ്കിൻ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 11.5 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹിൻവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു ബാത്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഈ ബെഡ്റൂമിൻ്റെ ഡോറും സ്കിൻ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. 13 അടിയിലേറെ നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും വെസ്റ്റിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോകളെല്ലാം തന്നെ പാനലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത ഈ ഒരു ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഈ ഒരു ബാത്റൂമിൽ ഹിൻവെയറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററിനുള്ള പോയിന്റും എക്സ്ഹോസ്റ്റ് ഫാനിനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്ക് വരാം. 9.5 അടിയിലേറെ നീളവും 8.5 അടി വീതിയുമാണ് ഈ ഒരു സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് നമുക്കൊരു സ്റ്റഡി റൂമോ ഗസ്റ്റ് റൂമോ ആയി ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ബാൽക്കണി വരുന്നത്. 13 അടിയിലേറെ നീളവും 4 അടി വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റും കൊടുത്ത് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബാൽക്കണി ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ സ്ട്രക്ചറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 1 കിലോമീറ്റർ, സെന്റ് ജോസഫ് സ്കൂളിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 7.7 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 7 കിലോമീറ്റർ, ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 8.5 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ ഹൈടെക് പാർക്കിലേക്ക് 3 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 8.5 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 17 കിലോമീറ്റർ, കലൂരേക്ക് 15 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 6 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും ബിൽഡറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേറ്റ്സിന്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.